പണിക്കൻകുടി സെന്റ് ജോൺ മരിയ വിയാനി ദേവാലയ തിരുനാളിന്റെ ഭാഗമായി പണിക്കൻകുടി കപ്പേളയിലേക്ക് പ്രദക്ഷിണം നടന്നു. നൊവേനയ്ക്കും തിരുനാൾ പാട്ടുകുർബാനയ്ക്കും ഫാദർ സെബാസ്റ്റ്യൻ അമ്പാട്ടുകുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പണിക്കൻകുടി സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനൂസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങളാണ് നടന്നത്. തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നൊവേനയും തിരുനാൾ പാട്ടുകുർബാനയും ഫാദർ സെബാസ്റ്റ്യൻ അമ്പാട്ടുകുന്നേലിന്റെ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് പണിക്കൻകുടി കപ്പേളയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് തിരുനാൾ സന്ദേശം നൽകി. ഈ രാജ്യത്തെ ജനം പട്ടിണി കിടക്കരുത് എന്ന ഒരു ആഗ്രഹം ആ നാട് ഭരിച്ച ഗവൺമെന്റിനുണ്ടായിരുന്നതുകൊണ്ട് ഫലഭൂയിഷ്ടമായിട്ടുള്ള ഹൈ റേഞ്ചിന്റെ മണ്ണിൽ ഇവിടെ അധ്വാനിച്ചാൽ വിളവുകൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ ആളുകളെ അധിനിവേശിപ്പിച്ചു കഴിഞ്ഞാൽ, ഇവിടെ താമസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കൃഷി ചെയ്ത് ധാന്യങ്ങൾ ഉത്പാദിപ്പിച്ച് രാജ്യത്തിന്റെ പട്ടിണി മാറ്റാൻ പര്യാപ്തമാണ് എന്ന് കണ്ടറിഞ്ഞ് ആരോഗ്യമുള്ള കരുത്തുള്ള മനക്കരുത്തുള്ള നമ്മുടെ കാർന്നവന്മാരെ പ്രോത്സാഹിപ്പിച്ച് നാട്ടിൻപുറങ്ങളിൽ നിന്ന് ഈ ഹൈ റേഞ്ചിന്റെ വഴികൾ കാണിച്ചു കൊടുത്തതാണ്. നമ്മുടെ കാർന്നവന്മാരായിട്ടുള്ള ആളുകൾ അവർ അതീവ സാഹസികമായി ഈ മലയോര പ്രദേശത്തിന്റെ ഈ ഊടുവഴികളിലൂടെ, ഈ മലയോര പ്രദേശത്തിന്റെ കാടുകളിലൂടെ അവർ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഈ പ്രദേശമൊക്കെ വെട്ടിത്തെളിച്ചിട്ട് അവർ കൃഷി ഇറക്കി. ആലങ്കാരികമായി നമ്മളൊക്കെ പറയുന്നതും എഴുതുന്നതൊക്കെ ചെയ്യുന്നത് പോലെ അവർ ഈ മണ്ണിൽ കനകം വിളയിച്ചവരാണ്. അവരുടെ രക്തത്തുള്ളികൾ, അവരുടെ വിയർപ്പുള്ളികൾ അത് ഈ മണ്ണിനോട് അണിയിച്ചു വെച്ചിട്ട് അവരുടെ ത്യാഗപൂർണമായ അധ്വാനത്തിന് കാലം കൊടുത്തതാണ് ഈ കനകത്തിന്റെ വിളവ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തലമുറയുടെ പിന്തുടർച്ചക്കാരാണ് ഈ തിരുനാളിന്റെ ഭാഗമായി കവലയിൽ നിൽക്കുന്നത്. തുടർന്ന് സ്നേഹവിരുന്നും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും നടന്നു. മ്യൂസിക്കൽ ഫ്യൂഷൻ നൈറ്റോടുകൂടി തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് സമാപനമായി.